രണ്ട് വഴി പിരിയുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അരികെ ചൂടുപിടിച്ച ചർച്ചകളിലൊന്ന് അതാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ UDF-നകത്തെ രണ്ടാം സീറ്റ് വാദം. കേരളയാത്രയും പ്രാർത്ഥനായജ്ഞവുമൊക്കെയായി അതങ്ങനെ കൊഴുത്തു നിൽക്കുമ്പോൾ നമ്മളെങ്ങനെ ആ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കും? എന്തായാലും പറയാനുള്ളത് കേരള കോൺഗ്രസിനോടല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടാണ്. പുഴുകുത്തിയ ഈ രണ്ടിലകൾക്കൊപ്പം നിന്ന് ചെയ്യാതെ നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് കൊള്ളാം. എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് പ്രതീക്ഷ കാക്കേണ്ട കാലമാണിത്. ഇല രണ്ടേ ഉള്ളെങ്കിലും ഇത്രമേൽ ജനാധിപത്യം പൂത്തുലഞ്ഞ് പുഷ്പിച്ച പാർട്ടി വേറെ ഏതുണ്ടെന്ന പരിഹാസം ആരുടേതായിരുന്നെന്ന് ഓർക്കുന്നില്ല. പക്ഷെ KM മാണിയുടെ കേരള കോൺഗ്രസിനെ പറയാൻ ഇത്രമേൽ പറ്റിയ പ്രയോഗം വേറെയില്ല. എന്തുകൊണ്ടെന്നാൽ അത്രയ്ക്ക് അവർ നമ്മുടെ ജനാധിപത്യത്തെ നോക്കി കൊഞ്ഞനം കുത്തുന്നുണ്ട്. കരിങ്കോഴയ്ക്കൽ അടുക്കളയിൽ നിന്ന് അധികാരത്തിന്റെ അപ്പം എങ്ങും പോകാതിരിക്കാൻ എന്തും ചെയ്യും മാണിയും മകനും. എല്ലാ തെരഞ്ഞെടുപ്പ് പകലിലും ആ അഭ്യാസം ആവോളം കാണാം. മുന്നണി ഏതുമാവട്ടെ, ഭരണം എവിടെയുമാവട്ടെ, രാഷ്ട്രീയ സാഹചര്യം അത് ഏതുമാവട്ടെ, ആ ആചാരങ്ങൾ അത് തെറ്റാറേയില്ല. കേരള കോൺഗ്രസ് കോട്ടയം സീറ്റ് ഏതായാലും ഉണ്ട്. അതിന് പുറമെ ഏത് സീറ്റ് കിട്ടട്ടെ, ഞങ്ങൾക്കൊരു സീറ്റ് കൂടെ വേണം. അത് പ്രിഫറൻസ് ഉണ്ട്. ഇടുക്കി തന്നോട്ടെ, ഇടുക്കി വേണം. ഇടുക്കി അല്ലെങ്കിൽ ചാലക്കുടി തരട്ടെ, അല്ലെ തൃശ്ശൂർ തരട്ടെ, അല്ലെ കേരളത്തിൽ എവിടെയെങ്കിലും തരട്ടെ, ഒരു കുഴപ്പമില്ല. എന്നാലും ജയിക്കുന്ന സീറ്റായിരിക്കണം. ഞമ്മ പൊട്ട സീറ്റൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല. ഇത് ഒടുവിലെത്തിയ മാണിമൊഴിമുത്തുകളിലൊന്നാണ്. രണ്ടാം സീറ്റും കൊണ്ടേ പോകൂവെന്ന് കട്ടായം. ഒപ്പം വെച്ച് നീട്ടുന്നത് പൊട്ട സീറ്റാകരുതെന്നും പറയുന്നു. ഓർക്കണം, UDF-നെ 8 നിലയിൽ പൊട്ടിച്ചതിന്റെ എല്ലാ ക്രെഡിറ്റും കൈമാറേണ്ട കക്ഷിയാണ് ഈ പറയുന്നത്. ബാർകോഴയോളം UDF-നെ നാണം കെടുത്തിയ ഒന്ന് സമീപകാലത്തുണ്ടായിട്ടില്ല. ഒപ്പം അതെല്ലാം കഴിഞ്ഞ് മുക്രയിട്ട് മുന്നണിയും വിട്ടുപോയിട്ട് എങ്ങനെയാണ് അവർ തിരികെ എത്തിയത്? നിങ്ങൾക്കെല്ലാം പാമ്പിന്റെ തൊലി ഉരിയുന്നത് പോലെയാണെങ്കിൽ നമ്മൾ കാഴ്ചക്കാർ കണ്ടുമറക്കുന്നവരല്ലോ. 2016 ഓഗസ്റ്റ് ആദ്യ വാരമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി വിടുന്നത്. അതായത് പുതിയ സർക്കാർ അധികാരത്തിലെത്തി അധികം കഴിയാതെ തന്നെ. ചരൽക്കുന്നിറങ്ങി നേരെ ഒരു പോക്കുപോയതിന് എന്തായിരുന്നു കാരണം? അതുകൂടി പറയാം. മുന്നണി ബന്ധങ്ങളിൽ പാലിക്കേണ്ട രാഷ്ട്രീയ മര്യാദയ്ക്കും നീതിബോധത്തിനും വിരുദ്ധമായ സമീപനമാണ് UDF-നകത്തെ ചിലർ കൈക്കൊള്ളുന്നതെന്നായിരുന്നു ആ വിടപറച്ചിലിന് കാരണം പറഞ്ഞത്. ഓർക്കണം, സോളാർ കേസ് കഴിഞ്ഞാൽ ബാർകോഴയോളം UDF-നെ ഉലച്ച മറ്റൊന്നില്ല ഈ നൂറ്റാണ്ടിൽ. ആ പരിക്കും പേറി അധികാരവും വിട്ട് എണ്ണം 50 പോലും കടക്കാതെ പ്രതിപക്ഷത്തിരിക്കവെയായിരുന്നു KM മാണിയുടെ ഈ രാഷ്ട്രീയ മര്യാദയും നീതിബോധവും സമാസമം കുഴച്ച മുന്നണിമാറ്റ പ്രസംഗം. തീരുന്നില്ല. മാണിയുടെ ആ മര്യാദകേടിനെ മറന്ന് കോൺഗ്രസ് വീണ്ടും അവരെ സ്വന്തം പാളയത്തിലെത്തിച്ചു. പാർട്ടിക്കകത്തെ പൊട്ടിത്തെറികളെ എല്ലാം അവഗണിച്ച് രാജ്യസഭാ സീറ്റ് തളികയിൽ വെച്ച് നീട്ടി നൽകി. രാജ്യസഭയിലേക്ക് അയക്കാൻ യോഗ്യരായ ആരും ആ പാർട്ടിയിൽ ഇല്ലാത്തതിനാൽ ഒടുവിൽ ജോസ് കെ മാണി ലോക്സഭാ MP സ്ഥാനം രാജിവെച്ച് രാജ്യസഭയിലേക്ക് പോയി. അന്നും മാണിയുടെ മട്ടും ഭാവവും ജനാധിപത്യ തൂണങ്ങനെ താങ്ങി നിർത്തിയവൻ്റേതുപോലെ തന്നെയായിരുന്നു. PJ കുര്യനെയും PC ചാക്കോയെയും VM സുധീരനെയും എല്ലാം ഒറ്റയടിക്ക് വെട്ടിമൂടിയായിരുന്നു കേരള കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് നൽകാൻ ധാരണയായത്. പോട്ടെ, രാജ്യസഭാ സീറ്റിലെ പിടിവലി വിട. ആ സീറ്റിലേക്ക് ജോസ് കെ മാണിയെ രാജിവെപ്പിച്ച് മത്സരിപ്പിക്കുകയായിരുന്നു. 1 വർഷം ഒരു ലോക്സഭാ സീറ്റ് ഒഴിച്ചിട്ടാണ് മാണി ജൂനിയർ ആ കുപ്പായം എടുത്തിട്ടത്. ജനങ്ങൾ ഒരവസരം കൂടി നൽകുമെന്നതിന് ഉറപ്പൊന്നുമില്ലാത്തതിനാൽ 1 വർഷം മണ്ഡലം ചുമ്മാ കിടന്നാലും 5 വർഷം സുരക്ഷിതമാക്കി മാണിയും മകനും. തീരുന്നില്ല. രാജ്യസഭ കഴിഞ്ഞ് ലോക്സഭയിലെത്തിയപ്പോൾ മരുമകൾക്കായി ആദ്യ നറുക്ക്. സമാന്തരമായി പാർട്ടി ചെയർമാനാകാൻ ജോസ് കെ മാണി ഒരു കേരള യാത്രയും തുടങ്ങി. അങ്ങനെ പാർട്ടി ചെയർമാനാകാൻ മകനും MP കുപ്പായത്തിലേക്ക് മരുമകളും നടന്നെത്തുന്ന അണിയറ നീക്കം മാണി കുടുംബത്തിലെ അടുക്കള വഴി പുകഞ്ഞു തുടങ്ങിയപ്പോഴാണ് PJ ജോസഫ് പ്രാർത്ഥന തുടങ്ങിയത്. ട്രസ്റ്റിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാനും അപ്പനും പിന്നെ പെങ്ങൾ സുഭദ്രാമയും എന്ന സിനിമാ സംഭാഷണം പോലെ പാർട്ടി ഒരു കുടുംബ ട്രസ്റ്റായി തന്നെ പോകൂവെന്ന് കണ്ടപ്പോഴാണ് ജോസഫ് കേരള യാത്രയ്ക്ക് വട്ടം നിന്നത്. ലയനം കൊണ്ടൊന്നും നേടിയിട്ടില്ലെന്ന പരാതിയും ജോസഫ് പരസ്യമാക്കി. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ചുരുങ്ങിയത് 2 സീറ്റെങ്കിലും വേണം. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ യോജിച്ച കേരള കോൺഗ്രസിന് 2 ലോക്സഭാ സീറ്റ് വേണം. PJ ജോസഫിന്റെ ഉന്നം ചാലക്കുടിയേക്കാൾ ഇടുക്കിയേക്കാൾ മാണി തന്നെയാണ്. മാണിയുടെ ഈ കുടുംബാസൂത്രണ കറക്കു കമ്പനി ജോസഫിനെ കറക്കുന്നുണ്ട്. പാർട്ടിയിൽ ഒരു ജനാധിപത്യം പൂക്കട്ടെ എന്നൊന്നും ജോസഫും ആഗ്രഹിക്കുന്നില്ല. അതും മാണിയോളം വരില്ലെങ്കിലും ഒരു കുഞ്ഞു മാണിക്കൂട്ടം തന്നെയാണ്. മാണിയുടെ വീട്ടിൽ ഒരു പിറന്നാളാഘോഷം നടക്കുമ്പോഴാണ്, പാർട്ടി ഇങ്ങനെ വടക്ക് നിന്ന് തെക്കോട്ടുരുണ്ടു വരുമ്പോഴാണ്
ജോസഫ് രണ്ടിടത്തും നിൽക്കാതെ രണ്ടിടത്തെയും ആളെ കൂട്ടി PC ജോർജിനെയും ഒപ്പം കൂട്ടി പ്രാർത്ഥനായജ്ഞം നടത്തിയത്. ഈ പ്രാർത്ഥന മാണി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ പൊളിച്ചെഴുത്തിന് വേണ്ടിയൊന്നുമല്ല, മറിച്ച് ജോസഫ് കാണുന്നത് അങ്ങനെ മാണി മാത്രം വളരണ്ട എന്ന് തന്നെയാണ്. ചാലക്കുടിയോ ഇടുക്കിയോ കിട്ടിയാൽ അവിടെ മത്സരിച്ച് മകനെ തൊടുപുഴയിലിറക്കി ഇതുവരെ കിട്ടാത്ത ലയനസുഖം അനുഭവിക്കണമെന്ന് മാത്രം. അതിന് മാണി വിരുദ്ധരെയും PC ജോർജിനെയും ഒപ്പം കൂട്ടി. ആ ശക്തി പ്രകടനം ഇനിയും കിട്ടുന്ന വേദികളിലെല്ലാം ജോസഫ് നടത്തിയേക്കും. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ അടുപ്പക്കാരാണെന്നതും ജോസഫ് പക്ഷത്തിന് കരുത്താണ്. ചുരുക്കത്തിൽ കേരള കോൺഗ്രസ് അരങ്ങത്തെത്തിയപ്പോൾ ആടി തകർക്കുകയാണ്. വോട്ട് ചെയ്തു പോയവന് കണ്ട് തൊലിയുരിഞ്ഞാലും വോട്ട് നേടി വിജയിച്ച മാണിക്കോ ജോസഫിനോ ഒന്നും തന്നെ ഈ കുടുംബക്കരുനീക്കത്തിൽ ലവലേശം നാണമില്ല. ഇനി ഇപ്പറഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കെല്ലാം കളമൊരുക്കുന്ന PK കുഞ്ഞാലിക്കുട്ടിയിലേക്കും വരേണ്ടതുണ്ട്. മാണിയെ വീണ്ടും മുന്നണിയിലേക്ക് കൊണ്ടുവന്നതും രാജ്യസഭാ സീറ്റിൽ കട്ടയ്ക്കൊപ്പം നിന്നതുമെല്ലാം ലീഗും കുഞ്ഞാലിക്കുട്ടിയുമാണ്. കേരള കോൺഗ്രസ് വീണ്ടും 2 സീറ്റുമായി കലിപ്പിന് വരുമ്പോൾ 3-ാം സീറ്റ് ഉയർത്തി ലീഗും അപ്പുറത്തുണ്ട്. പുറമെ എല്ലാ കാലത്തും UDF-നെ താങ്ങി നിർത്തുന്ന കരുത്താണി കോണി എന്ന് ലീഗുകാർ വീമ്പു പറയുമെങ്കിലും തരാതരം ആളെ ഇറക്കാനും കയറ്റിവിടാനും മുന്നണിക്കിട്ട് കുത്താനുമെല്ലാം കോണി വെച്ച് കുഞ്ഞാലിക്കുട്ടിക്കും കൂട്ടർക്കും നന്നായി അറിയാം. മാണി എന്ന മാരണമെന്ന് വീക്ഷണം തലക്കെട്ടിട്ടിട്ട് അച്ചുണങ്ങും മുമ്പാണ് മാണി മുന്നണിയുടെ ഭാഗമായത്. കോൺഗ്രസിന് 22-ഉം ലീഗിന് 18-ഉം കേരള കോൺഗ്രസിന് 6-ഉം സീറ്റുണ്ടെന്നിരിക്കെ രാജ്യസഭയിലേക്ക് വേണ്ട 36 എന്ന മാജിക് നമ്പർ തൊടാൻ ലീഗില്ലാതെ കോൺഗ്രസിന് സാധിക്കില്ലായിരുന്നു. അതുവച്ച് ബ്ലാക്ക്മെയിൽ ചെയ്താണ് കുഞ്ഞാലി കുഞ്ഞുമാണിയെ കുഞ്ഞൂഞ്ഞിനൊപ്പം എത്തിച്ചത്. മലപ്പുറം DCC ഓഫീസിൽ ലീഗിന്റെ പതാക ഉയർന്നതെല്ലാം ബാക്കി പത്രം. മലപ്പുറത്തും വേങ്ങരയിലും നടന്ന തെരഞ്ഞെടുപ്പുകളും കേരള കോൺഗ്രസ് ലീഗ് കൊടുക്കൽ വാങ്ങൽ കാട്ടിത്തന്നതാണ്. കുഞ്ഞുഞ്ഞിനോടല്ലാതെ ഒരു കോൺഗ്രസുകാരനോടും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത കുഞ്ഞാലിക്കുട്ടി മാണിയുടെ 2-ാം സീറ്റ് വാദത്തിനൊപ്പം തന്നെ 3-ാം സീറ്റ് ആവശ്യവുമായി പിന്നാലെയുണ്ട്. പാണക്കാട്ട് കൂടി കഫ്സയ്ക്കും കട്ടൻ ചായയ്ക്കും ചുറ്റും KPCC അധ്യക്ഷൻ വരെ വന്നിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഫലത്തിൽ UDF-ൽ സീറ്റ് വിഭജനം കീറാമുട്ടിയാകുമെന്ന് സാരം. ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നതിലും അർത്ഥമില്ല. കാരണം രാഷ്ട്രീയം അവർക്ക് കച്ചവടമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ പോലെയാകും. ഒപ്പം നിൽക്കുന്ന കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് വക്കിലാണെന്നോ മര്യാദയുടെ കുപ്പായമിട്ട് അവർക്കൊപ്പം നിൽക്കാമെന്നോ ഇവർ കരുതുകയേയില്ല. എത്ര നാറിയാലും നനച്ചത് കിട്ടണമെന്നേ കരുതൂ. അതിനാൽ കോൺഗ്രസ് എങ്ങനെ നേരിടുമെന്നതിന് അനുസരിച്ചായിരിക്കും ഇനി ബാക്കി കാര്യങ്ങൾ.